പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 51 ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ആംഗിൾസ് എന്താണ് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണുമ്പം ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം, എന്നാലേ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നിങ്ങൾ ആരും വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദി ബിലോ ഗ്രിഡ്സ് ജോയിൻ എ ടു അതർ ഗ്രേഡ് പോയിൻറ്റ്സ് ഇൻ ദ ഫിഗർ ബൈ എ സ്ട്രെയിറ്റ് ലൈൻ ടു ഗെറ്റ് ആൻ അക്യൂട്ട് ആംഗിൾ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ഗ്രിഡിനകത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ അതർ ഗ്രിഡ് പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാക്കാനാണ് പറഞ്ഞത്? അക്യൂട്ട് ആംഗിൾ ഫോം ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ ഇതാ ഇവിടെ നമുക്കുള്ള ഒരെണ്ണം ചെയ്ത് കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ നമുക്ക് ഇതാ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ലെസ് ദാൻ 90 ഡിഗ്രിയാണ് അല്ലേ. 90 ഡിഗ്രിയെക്കാട്ടിൽ കുറവായിട്ടുള്ള ആംഗിൾസിനെയാണ് അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്യൂട്ട് ആംഗിൾ കിട്ടണമെങ്കിൽ നമ്മളെങ്ങനെ വരച്ചാൽ മതി? ഇതാ ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അക്യൂട്ട് ആംഗിൾ കിട്ടും. ഇത് അക്യൂട്ട് ആംഗിളാണ്. ഇനി അടുത്തത് അനൊപ്റ്റ്യൂസ് ആംഗിൾ. ഇനി നമുക്ക് ഒപ്റ്റ്യൂസ് ആംഗിൾ കിട്ടുന്ന രീതിയിൽ വരയ്ക്കണം. അപ്പോൾ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രിയെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കുന്നതാണ് 90. അപ്പോൾ ഒപ്റ്റ്യൂസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതാ ഇങ്ങനെ ചരിച്ച് വരച്ചാൽ മതി. ഇതെന്താണ്? ഒപ്റ്റ്യൂസ് ആംഗിളാണ്. ഇനി ഇവിടുന്ന് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ വരച്ചാൽ മതി അല്ലേ. 90 ഡിഗ്രി ആണെങ്കിൽ എങ്ങനെയാണ് ഇത് വരിക? ഇങ്ങനെ വരയ്ക്കണമായിരുന്നു അല്ലേ. ഇങ്ങനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. ഇപ്പോഴാണ് എൽ ഷേപ്പിൽ 90 ഡിഗ്രി. അപ്പോൾ ഇതിനെക്കാട്ടിൽ കൂടുതലാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. സോ ദിസ് ഈസ് അനൊപ്റ്റ്യൂസ് ആംഗിൾ. അടുത്തത് റിഫ്ലെക്സ് ആംഗിൾ. റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഗ്രേറ്റർ ദാൻ 180 ആൻഡ് ലെസ് ദാൻ 360 അങ്ങനെ വരുന്നതാണ് റിഫ്ലെക്സ് ആംഗിൾ. അപ്പോൾ റിഫ്ലെക്സ് ആംഗിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ റിഫ്ലെക്സ് ആംഗിൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചരിച്ച് വരച്ചിട്ട് ഈ വെളിയിൽ വരുന്ന ഈ പോർഷനാണ് റിഫ്ലെക്സ് ആംഗിൾ. ഇത് എന്താണ്? ഗ്രേറ്റർ ദാൻ 180 ആണ്. 180 ആണെങ്കിൽ ഇങ്ങനെ വരുന്ന സ്ട്രെയിറ്റ് ആംഗിൾ അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിളിനെക്കാട്ടിൽ കൂടുതലുമുണ്ട്, 360യെക്കാട്ടിൽ കുറവുമാണ്. ഇനി ഇവിടെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ ഈ വെളിയിൽ വരുന്ന ആംഗിൾ എന്താണ്? റിഫ്ലെക്സ് ആംഗിളാണ്. ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആംഗിളാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ആംഗിളിനെക്കാട്ടിൽ കൂടുതലുമുണ്ട്, 360യെക്കാട്ടിൽ കുറവുമാണ്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. യൂസ് എ പ്രൊട്രാക്ടർ ടു ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ഈച്ച് ആംഗിൾസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിലെ ഓരോ ആംഗിളും കണ്ടുപിടിക്കാൻ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്ലാസിഫൈ ഈച്ച് ആംഗിൾ ആസ് അക്യൂട്ട്, ഒപ്റ്റ്യൂസ്, റൈറ്റ് ഓർ റിഫ്ലെക്സ്. ഇതിലേത് ആംഗിളാണ് എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആംഗിൾ PTR. PTR എന്ന് പറയുന്നത് ഏതാണ്? PTR. ഈ ആംഗിളാണ് ആംഗിൾ PTR. അപ്പോൾ നമ്മുടെ പ്രൊട്രാക്ടർ നമ്മൾ എവിടെ വെക്കണം? PTയിൽ അല്ലെങ്കിൽ TRലോ വെക്കണം. ഈ രണ്ട് ആമിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വെക്കാം. അപ്പോൾ ഞാൻ PTയിൽ വെക്കുന്നു. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വെർട്ടെക്സിലും അതേപോലെ ഈ 0 ലൈൻ PTയിലും വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയാൽ എത്ര വരുന്നതെന്ന് നോക്കിയേ. TR എവിടെയാണ് വരുന്നത്? 30 കഴിഞ്ഞിട്ട് ഒരു പോയിൻറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ 31 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ PTR ഈസ് ഈക്വൽ ടു 31 ഡിഗ്രി. 31 എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ആണ്. സോ ദിസ് ഈസ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ. അടുത്തത് PTQ. അപ്പോൾ എന്ത് വരും? PTQ ഇവിടെ വരും. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ തന്നെ വെക്കണം, PTയിൽ തന്നെ വെക്കണം. കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കുക എത്രയാണ് നമുക്ക് കിട്ടുന്നത്.
60 ഡിഗ്രിയാണ് കണ്ടോ, കറക്റ്റ് 60യിലാണ്. ഇവിടുന്ന് 0 നോക്കുക, കറക്റ്റ് 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പി ടി ക്യൂ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതും എന്ത് ആംഗിളാണ്? അക്യൂട്ട് ആംഗിൾ തന്നെയാണ്. ഇനി അടുത്തത് പി ടി ഡബ്ല്യു. പി ടി ഡബ്ല്യു ഞാൻ പറഞ്ഞു പി ടിയിലോ ടി ഡബ്ല്യുയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ടി ഡബ്ല്യുയിൽ വെക്കുന്നു കേട്ടോ. അപ്പോൾ നോക്കിയേ, ഈ ഇങ്ങോട്ടാണ് നമ്മുടെ ആം, അതുകൊണ്ട് ഈ 0യിൽ നിന്ന് വേണം നോക്കാൻ. 100 കഴിഞ്ഞിട്ട് 105ന് ഒരു പോയിൻ്റ് ഫ്രണ്ടിലാണ്. അപ്പോൾ എന്ത് വരും? 104 വരും. അപ്പോൾ ആംഗിൾ പി ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു 104 വന്നു. ഇത് ഗ്രേറ്റർ ദാൻ 90 ആണ്. സോ ദിസ് ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി അടുത്തത് ഡബ്ല്യു ടി പി. ഇവിടെ നമുക്ക് റിഫ്ലെക്സ് ആംഗിൾ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ഡബ്ല്യു ടി പി എന്ന് പറയുന്നത് ഈ ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഡബ്ല്യു ടി പി എന്തായിരിക്കും? നമുക്ക് പി ടി ഡബ്ല്യു കിട്ടി. എത്ര കിട്ടി? 104 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ടി പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഫുൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ എങ്കിൽ ഡബ്ല്യു ടി പി കണ്ടുപിടിക്കാൻ ഇവിടെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റിഫ്ലെക്സ് ആംഗിളാണ് എന്ന് പറഞ്ഞത് കേട്ടോ. മാർക്കിംഗ് അനുസരിച്ചാണ്. പി ടി ആറിന് ഇവിടെ മാർക്കിങ് തന്നിട്ടുണ്ട്. പി ടി ക്യൂവിന് മാർക്കിങ് തന്നിട്ടുണ്ട്. പി ടി ഡബ്ല്യുവിന് മാർക്കിങ് തന്നിട്ടുണ്ട്. ഡബ്ല്യു ടി പിക്ക് അടുത്ത മാർക്കിങ് നമുക്കിങ്ങനെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റിഫ്ലെക്സ് ആംഗിളാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ 360 ഡിഗ്രിയിൽ നിന്ന് പി ടി ഡബ്ല്യു സബ്ട്രാക്ട് ചെയ്യണം അല്ലേ. ഇത് ഫുള്ളാണ്. അപ്പോൾ ഇത്രയും കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രയും സബ്ട്രാക്ട് ചെയ്യണം. അത് എത്രയായിരുന്നു? 104 ഡിഗ്രി. എന്ത് കിട്ടും? 360യിൽ നിന്ന് 104 സബ്ട്രാക്ട് ചെയ്താൽ 256 ഡിഗ്രി കിട്ടും. ഇത് റിഫ്ലെക്സ് ആംഗിളാണ് കേട്ടോ. ഗ്രേറ്റർ ദാൻ 180 ലെസ് ദാൻ 360. സോ ദിസ് ഈസ് റിഫ്ലെക്സ് ആംഗിൾ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 51 to 52 ഫിഗർ ഇറ്റ് ഔട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ഫിഗർ ഇറ്റ് ഔട്ടുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.